പ്രിയ കൂട്ടുകാരെ, കേരളത്തിനെ കുറിച്ച് അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. പിന്നെ ഒരു കാര്യം, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരളപ്പിറവി ആശംസകൾ നേരുന്നു. കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ആകെ ജില്ലകൾ 14. ഭാഷ മലയാളം. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോകസഭാ മണ്ഡലങ്ങൾ 20, രാജ്യസഭാ മണ്ഡലങ്ങൾ 9. കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്നവ 3 എണ്ണവും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ 41. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. ഭൂമിശാസ്ത്രപരമായ വിഭജനം മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ വിമാനത്താവളങ്ങൾ: കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കണ്ണൂർ. കേരളത്തിലെ ഔദ്യോഗിക ചിഹ്നങ്ങൾ: സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന മൃഗം ആന. സംസ്ഥാന ഫലം ചക്ക. സംസ്ഥാന വൃക്ഷം തെങ്ങ്. സംസ്ഥാന പാനീയം ഇളനീർ. സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിൽ ഏറ്റവും ആദ്യം. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, ഇടുക്കി ജില്ലയിലാണ്. ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. ആദ്യത്തെ മുസ്ലിം പള്ളി ചേർമാൻ ജുമാ മസ്ജിദ്. ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ആദ്യത്തെ കോളേജ് CMS കോളേജ്. ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ്, കുമാരനാശാന്റെ വീണപൂവ്. കേരളത്തിൽ ഏറ്റവും വലുത്. ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഏറ്റവും വലിയ നദി പെരിയാർ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായൽ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ: പെരിയാർ നാഷണൽ പാർക്ക്, വികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക്, ആനമുടിച്ചോല നാഷണൽ പാർക്ക്, പാമ്പാടും ചോല നാഷണൽ പാർക്ക്. കേരള ഗാനം: കേരളത്തിന്റെ സാംസ്കാരിക ഗാനമാണ് ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം. ബോധേശ്വരനാണ് ഈ ഗാനത്തിന്റെ രചയിതാവ്. 2014 കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചത്. കേരളം രൂപീകരിച്ചത് എന്ന് 1956 നവംബർ 1. കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശൂർ. കേരളത്തിന്റെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏത്? തെന്മല, കൊല്ലം ജില്ലയിൽ. മലപ്പുറം ജില്ല നിലവിൽ വന്നതെന്ന് 1969 ജൂൺ 16. കേരളത്തിന്റെ ഐതിഹ്യം നമുക്ക് നോക്കാം. കേരള ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. പരശുരാമൻ കന്യാകുമാരിയിൽ ചെന്ന് തന്റെ മഴു വടക്കോട്ടെറിഞ്ഞു. ആ മഴു ഗോകർണത്ത് ചെന്ന് വീഴുകയും അവിടെ വരെയുള്ള കടൽ പിൻവാങ്ങി കരയുണ്ടാവുകയും ആ പ്രദേശത്ത് കേരളം എന്ന പേര് വിളിക്കുകയും ചെയ്തു. ഇതാണ് ഐതിഹ്യം. എന്നാൽ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന പേരുണ്ടായി എന്നും അഭിപ്രായമുണ്ട്. ഇതുപോലെ കേരളത്തിന്റെ പേരിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട്. കേരളത്തിലെ ജില്ലകൾ: വടക്കു നിന്ന് തെക്കോട്ട് നോക്കിയാൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി,
പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. പുതുവിള നേരുന്ന